നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയുടെ കൊച്ചിയിലെ ആസ്ഥാന മന്ദിരം വിൽപ്പനയ്ക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ പരസ്യങ്ങൾ പുറത്തു വരുന്നത്. ഏതോ ഒരു ബിരുദന്മാരാണ് ഓഫീസ് ഓൺലൈൻ വിൽപ്പന സൈറ്റായ OLXൽ വിൽപ്പനയ്ക്കിട്ടത്. 20,000 രൂപയാണ് ഓഫീസിന്റെ വില OLXൽ ഇട്ടിരിക്കുന്നത്. മോഹൻലാൽ ആൻഡ് കോ എന്നാണ് വിൽപ്പനയ്ക്കിട്ട വ്യക്തിയുടെ പേര് കാണിച്ചിരിക്കുന്നതും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനാൽ പെട്ടെന്ന് വിൽപ്പന നടത്തുകയാണെന്നും ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. വാതിൽ മുട്ടിയോ മെസ്സഞ്ചറിൽ സന്ദേശം അയച്ചോ വാങ്ങാൻ താല്പര്യം അറിയിക്കാം. മുട്ടലുകൾ കാരണം കതകുകൾക്ക് ബലക്കുറവുണ്ട്. കൂടെയുള്ളവരുടെ കയ്യിലിരിപ്പ് കാരണം വിൽക്കുന്നു എന്നും ഡിസ്ക്രിപ്ഷനിലുണ്ട്. 3-4 ദിവസത്തിനുള്ളിൽ വിൽപ്പന നടത്തണമെന്നാണ് പറയുന്നതെന്നും പരസ്യത്തിൽ പറയുന്നതും. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു പരസ്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും പ്രധാന ഒരു വിൽപ്പന ഓൺലൈൻ സൈറ്റായ OLXൽ നിന്നുമാണ്. നേരത്തെ അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിൽ റീത്ത് വെച്ചത് വലിയ വാർത്തയായിരുന്നു. കൊച്ചിയിലെ അമ്മ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചാണ് ലോ കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. അച്ഛനില്ലാത്ത അമ്മയ്ക്ക് എന്ന വാചകത്തോടെയാണ് റീത്ത് വെച്ചത്. താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി 2 ദിവസം മുൻപാണ് പിരിച്ചുവിട്ടിരുന്നത്. അമ്മ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ അടക്കം 17 അംഗങ്ങളാണ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് രാജിവെച്ചത്. അതേസമയം മോഹൻലാൽ അധ്യക്ഷസ്ഥാനം രാജിവെച്ചതുൾപ്പെടെ അമ്മ സംഘടന തന്നെ പിരിച്ചുവിടുകയായിരുന്നു. സംഘടനയുടെ കൂട്ടരാജിയിലും അമ്മയിൽ ഭിന്നത ഉടലെടുക്കുകയായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം ഒരുമിച്ചല്ലെന്നും രാജിവെച്ചിട്ടില്ലെന്നും എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന സരയു ഉൾപ്പെടെ പറഞ്ഞിരുന്നു. സരയു മാത്രമല്ല, അനന്യ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ജഗദീഷ് തുടങ്ങിയവരൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നതാണ്. എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റ് ഉണ്ടെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. രാജിവെക്കുന്നത് ഒളിച്ചോട്ടത്തിന് തുല്യമാണെന്നാണ് സരയു പറഞ്ഞത്. ഇതിന് എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാകും. മറുപടിയില്ലാത്ത ഒളിച്ചോടരുത്. അമ്മയിലെ വനിതാ അംഗങ്ങൾക്ക് നേരെ ഉയർന്ന അധിക്ഷേപവും ആരോപണത്തിന് മറുപടി പറയാതെ പോകുന്നത് വനിതാ അംഗമെന്ന നിലയിൽ വ്യക്തിപരമായി ചീത്തപ്പേരുണ്ടാക്കുന്നതാണെന്നുമൊക്കെ സരയു പറഞ്ഞിരുന്നു. പിരിച്ചുവിട്ട തീരുമാനം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സരയു കൂട്ടിച്ചേർത്തിരുന്നു. അതിനിടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ പ്രതികരണമായി നടി അനന്യയും രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, ജഗദീഷും എത്തിയിരുന്നു. ടോവിനോ എന്നിവർ ഉൾപ്പെടെ ഇതിനെ പ്രതികൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പക്ഷേ പ്രധാന ഒരു സ്ഥാനം വഹിക്കുന്ന മോഹൻലാൽ നിശ്ചയിക്കുകയാണ്. പ്രസിഡന്റ് തീരുമാനം എടുത്താൽ പിന്നെ അതിന് മറ്റൊരു മാറ്റമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. എന്തായാലും ഇതിനെതിരെ അമ്മ എന്ന താരസംഘടനയുടെ ഒരു നിശബ്ദത, അമ്മ സിനിമയുടെ ഉള്ളിൽ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നൊക്കെയാണ് പുറത്തു വരുന്നത്. വ്യക്തിപരമായി തനിക്ക് എതിർപ്പുണ്ടായിരുന്നു. മറ്റു 3 പേരുടെ കാര്യം താൻ പറയുന്നില്ല. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം കമ്മിറ്റി പിരിച്ചുവിടണം എന്നൊക്കെയായിരുന്നു അതിനൊപ്പം നിൽക്കുന്നുവെന്നും അനന്യ അന്ന് തന്നെ പ്രതികരിച്ചിരുന്നു. മാത്രമല്ല, ടോവിനോ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇത്തരമൊരു ഹാസ്യപരമായിട്ടുള്ള ഒരു നീക്കം അത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രോളുകൾ കൊണ്ട് നിറയുകയാണ്. അമ്മ എന്നൊരു താരസംഘടനയ്ക്ക് ഇതിനു മുമ്പ് റീത്ത് വെച്ചതായിക്കോട്ടെ, ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചതായിക്കോട്ടെ, ഇതെല്ലാം ഇന്നത്തെ ആ ഒരു ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ അമ്മ എന്ന താരസംഘടനയിലുള്ള ഒരു പ്രതിച്ഛായ മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇത്തരം പ്രവൃത്തിയിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe here for more videos. Subscribe now. Thank you.